സംഭവം ഞങ്ങൾ അവിടെ പോയിട്ട് ഇറങ്ങി. എന്നിട്ട് അവിടെ വിറ്റുണ്ടായത് എന്താ, ഇവനിക്ക് ആളെ മനസ്സിലായില്ല. നിങ്ങളെവിടെ വർക്ക് ചെയ്യണത്? ഇവ ചോദിക്കുക നിങ്ങളെവിടെ വർക്ക് ചെയ്യണത്. ഞങ്ങളിന്ന് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് പോയപ്പോൾ നമ്മുടെ പെർഫ്യൂമിൻ്റെ യൂസഫ് ഭായി ഉണ്ടല്ലോ ഗോൾഡ് സൂക്കിൽ, മൂപ്പരെ കണ്ട് ഞങ്ങളവിടെ ഒരു ഗ്രിൽ ചിക്കനൊക്കെ അടിച്ച് അങ്ങനെ അത് ഓർഡറൊക്കെ ചെയ്ത് ഞങ്ങളങ്ങനെ കഴിക്കാമെന്നു. ഇന്ത്യയിൽ മൂപ്പര് വന്നിട്ടിരുന്നു. മൂപ്പര് ഇരിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലൈക്കും അസ്സലാം, യൂസഫ് ഭായി. അപ്പോൾ ഇവന് ഫോൺ വിളിക്കുമായിരുന്നു, അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ശ്രദ്ധിച്ചു. അപ്പോൾ മൂപ്പര് എന്നിട്ട് മൂപ്പര് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത്, നമ്മൾ സാധാ നോർമലി ഡ്രസ്സിലാണ് ആൾ വന്നത്. ആൾ നോർമലി ഡ്രസ്സ്, ഒരു തൊപ്പിയൊന്നുമില്ല, നോർമല് സാധാരണക്കാരനെ പോലെ ഒരു സെലിബ്രിറ്റി, ഒരു ജേഴ്സി കെട്ടി സാധാരണക്കാരനെ പോലെ. സംഭവം എന്താന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി, ആളെ മനസ്സിലായി കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ വന്നപ്പോൾ മൂപ്പര് നമ്മളോടത്ത് ഇങ്ങനെ സംസാരിച്ചു ഫ്രണ്ടിൽ നിന്നിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇവനിങ്ങനെ ചോദിക്കാണ്, മൂപ്പരോട് ചോദിക്കാണ്, നിങ്ങളവിടെ വർക്ക് ചെയ്ത് നിങ്ങളെ കാണാൻ യൂസഫ് ഭായിയുടെ പോലെ ഉണ്ടല്ലോ, നിങ്ങളെവിടെ വർക്ക് ചെയ്തത്? അപ്പൊ പുള്ളി തിരിച്ചു പറയാണ്, ആ ശരിയായ ആളുകൾക്ക് അങ്ങനെ പറയാറുണ്ട്, എന്നെ കാണാൻ അങ്ങനെയാണ്, യൂസഫ് ഭായി വലിയ ആളല്ലേ എന്ന് പറഞ്ഞ് പുള്ളി സംസാരിക്കണം. ഒന്നും പിടിച്ചില്ല. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി, ഇവന്റെ മുഖത്തേക്കൊക്കെ ആളെ മുഖത്തേക്ക് മതി. അപ്പൊ ആളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ണൂർക്ക് ഇങ്ങനെ ആട്ടി മിണ്ടണ്ട അറിയാത്ത പോലെ. അപ്പൊ സംഭവം ഇവന് പിടുത്തം കിട്ടിയില്ല. അതിലവിടെ ഹോട്ടലിലവരൊക്കെ ഇങ്ങനെ കാഷ്യർമാരും ഇവരൊക്കെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഹോട്ടൽ ഓണറൊക്കെ അതിൻ്റെ മൂപ്പരെ ഓഫീസ് അവിടെയാണ്. അപ്പോൾ ഓഫീസിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്, മലയാളി റെസ്റ്റോറൻറ്റിൽ, ഈ ഗോൾഡ് സൂക്കിൻ്റെ നേരെ ബാക്കിലുള്ള റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ സംഭവം. നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. അവനടുത്ത് വിളിച്ചാൽ വഴി പറഞ്ഞു. പുള്ളി എനിക്ക് പറഞ്ഞില്ല ഇവിടെ തന്നെ യൂസഫ് ഭായിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എന്നൊക്കെ പുള്ളി പറയുമ്പോൾ നമുക്ക് എനിക്കിത് അങ്ങോട്ട് കത്തിയില്ല ഇതാണെന്ന് പുള്ളിയാണെന്ന്. പുള്ളി ഇവനിക്ക് പറഞ്ഞെടുക്കുക, എടാ യൂസഫ് ഭായി ഇല്ല, യൂസഫ് ഭായിയുടെ ഓഫീസിന്റെ നേരെ മുന്നിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കുക. അപ്പൊ ഇവൻ വിളിച്ച, എടാ യൂസഫ് ഭായിയുടെ ഓഫീസില്ല, അതിന്റെ മുന്നിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞെടുക്കുകയാണ് അവര്. മറ്റവനും കൂടി വന്നിട്ട് പറഞ്ഞു, എടാ ഇതാ മൂപ്പരാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവനിക്ക് എന്നിട്ട് ഫോളോവേഴ്സ് കാണിച്ചു കൊടുക്കുക, എടാ എനിക്ക് 5 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ, മമ്മൂട്ടിനെക്കാട്ടി ഫോളോവേഴ്സ് എനിക്കുണ്ട്, എന്നിട്ടും നിനക്ക് എന്നെ മനസ്സിലായില്ലടാ ചാടത്തെണ്ടി എന്ന് ചോദിച്ചിട്ട് അവര് ഇവരാകെ എന്തോ പോലെ. എന്റെ മോനെ, നമ്മളോട് ആള് പറഞ്ഞു മുണ്ടണ്ട, പരിചയപ്പെടുത്തി കൊടുക്കണ്ട, അങ്ങനെ മുണ്ടണ്ട. എന്നിട്ട് ലാസ്റ്റ് ആള് കഴിച്ചോണ്ടിരുന്ന റെസ്റ്റോറന്റിലെ മെനു എടുത്ത് കഴിച്ചപ്പോ പുള്ളിയാണ് ഫുഡ് അതിന്റെ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് മൂപ്പര്, അതിന്റെ മറ്റേ ഫുഡിന്റെ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് മൂപ്പര് ഫോട്ടോ ഇതൊക്കെ. അപ്പൊ ഇവന് സംഭവം എന്താ മനസ്സിലായിട്ടില്ല. ഞാൻ 1-2 തവണ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം പുള്ളി മറ്റേ ഇവിടെ വരാം ഇതൊക്കെ പിടിച്ചിട്ട് വള്ളി നിൽക്കുന്ന പോലത്തെ ജീൻസൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര ഫ്രീക്കറായിട്ട് പോകുന്നത്. ഇങ്ങനത്തെ ഒരു ലുക്കിൽ പുള്ളിയെ കാണാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതേ ഉള്ള കാര്യമില്ല. സംഭവം എന്താ, ഇതൊരു സംഭവം നമ്മുടെ പേയ്മെന്റ്, ഫുഡ് കഴിച്ചതിന്റെ പേയ്മെന്റ്, നമ്മളെ 3 ആള് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളറിയാതെ മൂപ്പര് കൊടുത്ത്. മൂപ്പര് ആദ്യം കഴിച്ച് നീച്ച് പോയി, എഴുന്നേറ്റ് പോയിട്ട് മൂപ്പര് കൗണ്ടറിൽ ക്യാഷൊക്കെ കൊടുത്ത്, ആ 3 പേരെ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുക്കണ്. എന്നിട്ട് ഞങ്ങൾ ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ നിന്നപ്പോൾ പറഞ്ഞ് ആ മൂപ്പര് പേയ്മെന്റ് ചെയ്തിക്കണ്. എന്നിട്ട് അറിഞ്ഞില്ല അങ്ങനെയൊക്കെ പറഞ്ഞ, അങ്ങനെ മൂപ്പര് പുറത്തിറങ്ങി സെൽഫി ഫോട്ടോസൊക്കെ എടുത്ത് നല്ല സന്തോഷമായിട്ട് പിരിഞ്ഞു. അപ്പൊ എന്തായാലും മൂപ്പര് നമുക്ക് ഫുഡൊക്കെ മൂപ്പര വകയായിരുന്നു ഇന്നൊരു സെലിബ്രിറ്റിയുടെ. അദ്ദേഹത്തിന്റെ ഒരു ഇനിയുള്ള വരുന്ന ബിസിനസ്സുകളും എല്ലാം നല്ല രീതിയിൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജോലിയിലും എല്ലാത്തിലും നല്ല ബർക്കത്ത് ഉണ്ടാകട്ടെ. ഇത്രയും ഒരു എളിമയുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല. ഇവിടെയൊക്കെ സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിച്ച് എൻജോയ് ചെയ്തൊരു ഫ്രണ്ട്സിനെ പോലെ വീട്ടിൽ സർവ് ചെയ്യണ പോലെ അങ്ങനെയാണ് ആ റെസ്റ്റോറൻറ്റിൽ സർവ് ചെയ്യണതാണ്. ഞങ്ങൾ ലഞ്ച് ടൈമിലായിരുന്നു അവിടെ പോയത്. പള്ളി പോയി വന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈമിലായിരുന്നു അവിടെ പോയതാണ്. പ്രതീക്ഷയൊന്നുമില്ല, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാന്ന്. അപ്പോൾ മുന്നത്തെ സീറ്റ് കാലി ഉണ്ടാകുന്ന അവിടെ എക്സ്പീരിയൻസ്. അതിൻ്റെ വീഡിയോ സംഭവമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളൊരു കിച്ചൺ പോലെയാണ് നമ്മളിവിടെ കഴിക്കുക. അപ്പോൾ മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്ന എല്ലാവരെയും നല്ല ഇതിലാണ്.
ഞാൻ വിചാരിച്ചത് യൂസഫായി എന്ന് പറയുന്നത് പാകിസ്ഥാനിയുമായി നടന്നത്. അത്